ഹേ ഗായ്സ്, വെൽക്കം ടു GJ Verse. This is me GJ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ റിവ്യൂവുമായിട്ടാണ്. ആശകൾ 1000 എന്ന് പറഞ്ഞ ജയറാം നായകനായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂ ആണ്. സോ ഈ സിനിമ ഞാൻ കണ്ടത് ഇന്നലെ രാത്രിയാണ്. രാത്രി ഏകദേശം ഒരു 10 മണിയുടെ ഷോ ആണ്. സോ അറിയാമല്ലോ, നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ചൊക്കെയാണ് സിനിമയ്ക്ക് പോയത്. അപ്പോൾ സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മുതൽ എനിക്ക് ഇങ്ങനെ വാഷ്റൂമിൽ പോകാനായിട്ടൊരവസ്ഥ, എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സിനിമ ഒന്ന് കഴിഞ്ഞേ പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവസാനമായപ്പോഴത്തേക്കും എഴുതി കാണിച്ചു, ഓക്കെ ഫൈൻ. ഞാൻ ഇങ്ങനെ ഇറങ്ങി പതുക്കെ തിയേറ്ററിൻ്റെ ആ മെയിൻ ഡോറിൻ്റെ അവിടെ ചെന്ന് ഇങ്ങനെ മെയിൻ ഡോർ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് മെയിൻ ഡോർ ഇങ്ങോട്ട് തുറക്കുന്നു. നോക്കിയപ്പോൾ ആരാ നിങ്ങൾ തന്നെ കണ്ടു. ലാസ്റ്റ് ഒരു 38 വർഷമായിട്ടുള്ള സ്നേഹമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. കണ്ടല്ലോ ആരാണ് വന്നതെന്ന്. അങ്ങനെ ഒരു നല്ലൊരു ജയറാമിനെ നേരിട്ട് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അദ്ദേഹം വളരെ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി. മേ ബി ഫോർ മാർക്കറ്റിംഗ് റീസൺസ് എന്തോ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് പെരുമാറി ഒരുപാട് പേരുമായിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം പോയത്. സോ എനിവേസ്, നമുക്കിനി നേരെ സിനിമയിലേക്ക് വരാം. സിനിമ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേണിലുള്ളൊരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. വളരെ സിമ്പിളായിട്ട് ജീവിതം ജീവിക്കുന്ന അച്ഛൻ്റെ ഉഴപ്പനായ മകൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ അച്ഛൻ ഭയങ്കര കാര്യമായിട്ട് കഷ്ടപ്പെട്ട് ജീവിതം കൊണ്ടുപോകുന്നു. മകൻ സിനിമാ മോഹിയാണ്, സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. അമ്മ എന്ന് പറയുന്നത് അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു അമ്മയാണ്. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു ലൈഫിലേക്ക് പെട്ടെന്നൊരു പർട്ടിക്കുലർ ഇവൻറ്റ് വരുന്നു. അതെന്താണെന്ന് പറയുന്നില്ല ഞാൻ. ആ ഒരു ഇവൻറ്റോട് കൂടി അവരുടെ ജീവിതം മാറുകയാണ്. പിന്നെ അച്ഛനും മകനും തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷും അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് സിനിമ പോകും. അത്തരത്തിലൊരു പോകുന്നൊരു സബ്ജക്റ്റാണ്. സിനിമയാണ് അതിലെ മെയിൻ തീം വരുന്നത്. പിന്നെ ആ ഒരു കുടുംബ ബന്ധങ്ങളുടെ ഇടയിലുള്ള ആ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ കൊള്ളാം. സംഭവം മെയിൻ പ്ലോട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രജിനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. തെറ്റില്ലാത്ത രീതിയിലാണ്. ഇടയ്ക്കൊക്കെ എവിടെയോ ഡയറക്ഷൻ പാളിപ്പോയിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ എവിടെയോ ഡയറക്ഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു അപ്രോച്ച് ആയിരുന്നു ഈ സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്ത്. സോ ഇതിൻ്റെ റൈറ്റിങ്ങിൽ ജൂഡ് ആൻ്റണി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ജോക്സ്, ഭയങ്കര രസമായിട്ട് ഒരുപാട് ജോക്സ് വന്നു പോകുന്നുണ്ട്. എനിക്കിതും വർക്കാവുന്നുണ്ട്. അപ്പോൾ ആ ജോക്സിലൊക്കെ തന്നെ നമുക്ക് പഴയ ജയറാമേട്ടനെ കാണാനായിട്ട് സാധിക്കും. ആ പഴയ കൈൻഡ് ഓഫ് ഒരു കോമഡീസ് ഉണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പാപ്പ റെഫറൻസ്, അത് ശരിക്കും ഭയങ്കര രസമായിരുന്നു. തിയേറ്റർ മൊത്തം നല്ല ക്ലാപ്സും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ അല്ലാതെ അഭിനയ മുഹൂർത്തങ്ങളും ഉണ്ട്, അതിനൊക്കെ കയ്യടി ഉണ്ടായിരുന്നു. സോ മൊത്തത്തിൽ അത്തരം കൈൻഡ് ഓഫ് ഒരു പരിപാടികൾ, പിന്നെ ചില ഡയലോഗ്സ്, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ്, അങ്ങനെ കുറച്ച് ഹൈ മൊമെന്റ്സ് അവിടെ ഇവിടെ ആയിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ സിനിമ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫിലെ കോമഡീസ് ഒക്കെ വർക്കൗട്ടായി ഇൻ്റർവെല്ലിൽ നല്ലൊരു സ്പേസിൽ കൊണ്ട് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്കും സ്ഥിരമായി പണ്ട് മുതലേ സിനിമയിൽ കണ്ടുവരുന്ന ആ ഒരു സ്ലോ പേസിലുള്ള പരിപാടികൾ, അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രോബ്ലം ആയിട്ടുള്ളത്. മകൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അച്ഛൻ കഷ്ടപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് തന്നെ ഈ വർഷങ്ങളായിട്ട് ഒരേ കഥ ഇങ്ങനെ കണ്ടിട്ട് അതേ സാധനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. അങ്ങനെ എന്നിട്ട് അവസാനം അത് കുളമായി. അങ്ങനെ ഒരു മാരത്തൊരു സിനിമയായിപ്പോയി സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു മൂഡ്, അവർ ആ ഒരു തമാശ പിന്നെയും പിടിച്ച് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ വന്നേനെ. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നായകനായിട്ട് അഭിനയിച്ച ജയറാമാണ്. അപ്പോൾ ജയറാമിൻ്റെ കുറേ നാളിന് ശേഷം ഒരു ഫാമിലി മാൻ കൈൻഡ് ഓഫ് ഒരു പെർഫോമൻസ് ഔട്ട് ആൻഡ് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നത് ഒരു പക്ഷേ മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ആ ഒരു ലെവലിലൊരു സ്റ്റാറായി നിന്നിരുന്നേനെ. പക്ഷെ അദ്ദേഹം ബോഡിയൊന്നും ശ്രദ്ധിക്കാതെ അത് അങ്ങനെ ഇതായിപ്പോയി. എനിവേസ്, ആ ഒരു കൈൻഡ് ഓഫ് ഒരു ആക്ടിങ്, അത്രയും നാൾ നമ്മൾ കുറേ നാൾ കാണാതിരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ആക്ടിങ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. മാസ് സ്കൂൾ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമല്ല, നല്ല ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് പെർഫോമൻസ് ആണ് ജയറാമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. സോ ആ ഒരു കൈൻഡ് ഓഫ് ആക്ടിങ് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കണ്ട് ആസ്വദിക്കാം. സോ ആ ഒരു അപ്രോച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ വരികയാണെങ്കിൽ ഇതിൽ കാളിദാസ് ജയറാമാണ്. കാളിദാസ് പതിവ് പോലെ തന്നെ മോശമായിട്ട് അഭിനയിച്ച് ഈ ഒരു റോളിനെ നശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അവിടെ ഇരുന്നപ്പോൾ ഞാനൊരു 100 പേരെ കാളിദാസിന് പകരം ഈ സിനിമയെ കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഒരു കാര്യമില്ല, ജയറാമിൻ്റെ മകനെ തന്നെ മകനായിട്ട് ഈ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്നില്ലല്ലോ. ദെൻ വൈ ചൂസ് കാളിദാസ് ജയറാം? എനിക്കറിയില്ല. കാളിദാസ് ജയറാം ഒരിക്കലും ഈ ഒരു റോളിന് സ്യൂട്ടബിൾ അല്ല. ഒരുപാട് കോംപ്ലക്സ് ഇമോഷൻസ് കൈകാര്യം ചെയ്യാനുണ്ട്. തുടക്കത്തിലെ കോമഡിയും കാര്യങ്ങളൊക്കെ ഓക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ഇമോഷണൽ പരിപാടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നില്ല. അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനത്തെ റോൾസ് അഭിനയിക്കാൻ ചിലപ്പോൾ അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം.
ഒരുപാട് പേരെ അതിന് പകരം അഭിനയിക്കാനായിട്ട് ചാൻസ് കൊടുക്കായിരുന്നു. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പാളിപ്പോയ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നസലിനൊക്കെ മതിയായിരുന്നു, നസലിനൊക്കെ നന്നായിട്ട് അഭിനയിക്കുമല്ലോ. ഇദ്ദേഹത്തിനെ കൊണ്ട് അത് പറ്റിയിട്ടില്ല, ഒട്ടും നന്നായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ എനിവേസ് അങ്ങനെ ഒരു നിരാശാജനകമായ പെർഫോമൻസുമായിട്ട് കാളിദാസ് ജയറാം ഈ സിനിമയിലുണ്ട്. ഞാൻ ഭയങ്കര കൊമേഡിയൻ ആണെന്നൊക്കെ കാണിക്കാനായിട്ട് ആദ്യം കുറേ കോമഡിക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ വരുന്ന ആശാ ശരത്താണ്. ആശാ ശരത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ എനിക്ക് തോന്നുന്നു പ്രായത്തിൻ്റെ ഇത് വരാതിരിക്കാനായിരിക്കാം ബോട്ടോക്സോ എന്തൊക്കെയോ മുഖത്ത് കുത്തി വെച്ചിട്ടുണ്ട്, ലിപ് ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഉപയോഗിച്ചത് കൊണ്ടോ മറ്റോ അവരുടെ മുഖം അനങ്ങാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. സോ കണ്ണിൻ്റെ അവിടെ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അവർ ജസ്റ്റ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, വായുടെ ഈ ഒരു പോർഷൻ വെച്ച് മാത്രമാണ് അവർ അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്തു. അവർക്ക് ഒരുപാട് പ്രിട്ടൻഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്കറിയില്ല, അവർ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു, മേ ബി ബിക്കോസ് ഓഫ് ദിസ് ബോട്ടോക്സ് ഓർ സംതിങ്. അതുകൊണ്ട് അവരുടെ ഒരു അഭിനയം ഒന്ന് പാളിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് മ്യൂസിക്കാണ്. മ്യൂസിക് ചില രംഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്കായി പോയിട്ടുണ്ട്. ചില മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചില സമയങ്ങളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഷറഫുദ്ദീനൊക്കെ വരുമ്പോഴത്തേക്കും തിയേറ്ററിൽ ഭയങ്കര കോമഡിയും ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഭയങ്കര നെപ്പോട്ടിസത്തെക്കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ്, ഈ നെപ്പോട്ടിസം തന്നെയല്ലേ അവിടെ ഈ സിനിമയിൽ കാണിക്കുന്നത്. ഈ ഒരു സിനിമയിൽ തന്നെ ജയറാമിൻ്റെ മകൻ, കൃഷ്ണകുമാറിൻ്റെ മകൾ, അപ്പോൾ ഇതൊക്കെ നെപ്പോട്ടിസം തന്നെയല്ലേ. അപ്പോൾ ആ ഒരു നെപ്പോട്ടിസം തന്നെ ഉള്ളൊരു സിനിമയ്ക്കകത്ത് നെപ്പോട്ടിസത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഭയങ്കര ഒരു ഐറണി ആയിട്ട് ഫീൽ ചെയ്തു. എനിവേസ് പിന്നെ ആക്ടിങ് വർക്ക്ഷോപ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ മറ്റേ ഓരോ കളരി ഉണ്ടല്ലോ, അഭിനയ കളരി കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഈ ഒരു സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു പടത്തിലൊരു അവസാനം കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഡയറക്ടർ എത്തിയിട്ട് എങ്ങനെയൊക്കെയോ ഈ സിനിമ കൊണ്ട് അവസാനിപ്പിച്ചപ്പോഴാണെങ്കിൽ പോലും ഒട്ടും ഒരു സാറ്റിസ്ഫാക്ടറി എൻഡിങ് അല്ല. അങ്ങനെ ആയി എന്നുള്ളതൊന്നും ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത രീതിയിലൊരു എൻഡിങ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇഷാനിയാണല്ലോ ഇതിലെ നായികയല്ല, ഇതിൽ നായിക പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആശാ ശരത്തിന് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇഷാനിയാണ് ഈ സിനിമയിൽ നമുക്ക് എന്താ പറയുക ഒരു ഫീമെയിൽ ലീഡ് ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. ഇഷാനിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഭയങ്കര ഒരു സാധാരണ ഒരു കൈൻഡ് ഓഫ് ഒരു ഇതായിപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു അഭിനയത്തിലോട്ട് അത് കൊണ്ടുവരണ്ടേ. ഇവർ സാധാരണ കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ പോലെ തന്നെ വന്നിരുന്ന് സ്ഥിരമായി നമ്മൾ അവരുടെയൊക്കെ റീൽസിനും മറ്റ് കാണുന്ന പരിപാടി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാസ്റ്റിംഗ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തുകയും കുറച്ചുകൂടെ നല്ല ഒരു സിനിമയായിട്ട് മാറുകയും ചെയ്തേനെ. ഇതിപ്പോൾ ശരിക്കും ഒരു മീഡിയോക്കറായിട്ട് നിൽക്കുന്നൊരു സിനിമയാണ്. 5 കൊടുക്കുകയാണെങ്കിൽ 2.5 കറക്റ്റ് ഒരു ആവറേജ് ഫീലാണ്. പക്ഷേ ഇതിലേറ്റവും സന്തോഷം തോന്നുന്ന ജയറാമിൻ്റെ ആ ഒരു അഭിനയം. ജയറാമേട്ടൻ കുറേ നാളായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിലെ റെഫറൻസ് എടുത്ത് അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം തന്നെ ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു റോളാണിത്. അപ്പോൾ ആ ഒരു മിസ് ചെയ്തിരുന്ന സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വെച്ചിട്ട് ചില പഴയ ഫോട്ടോ ഒക്കെ റീക്രിയേറ്റ് ചെയ്തൊക്കെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അൾട്ടിമേറ്റ്ലി ആ ഒരു അച്ഛൻ മകൻ തമ്മിലുള്ള ആ ഒരു ബന്ധം കാണിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്സ് ഒക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഈ ഒരു സിനിമ എനിക്ക് തികച്ചൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. അതിൽ തന്നെ എനിക്ക് ജയറാം എന്നുള്ളൊരു ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ജയറാമിൻ്റെ പെർഫോമൻസ് കാരണം നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ റിവ്യൂസും ഫുഡ് വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.